ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു നാടിൻ്റെ വിജയം അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് മാനവശേഷിയുടെ വിജയമാണ്, വികസനമാണ്. നമ്മളിപ്പോൾ രണ്ട് കാലഘട്ടം കണ്ട് ജീവിച്ചവരാണ്. കൊറോണയ്ക്ക് മുൻപേയും കൊറോണയ്ക്ക് ശേഷവും. കൊറോണയ്ക്ക് മുൻപേ ഉള്ള ഒരു കാലഘട്ടമല്ല ഇനി നമ്മൾ മുമ്പോട്ട് കാണുവാൻ പോകുന്നത്. നമ്മളെ 4ാം വ്യവസായ വിപ്ലവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വൻ മാറ്റങ്ങളാണ് ഇനി വരുവാൻ പോകുന്നത്. ഈ തൊഴിൽ രംഗത്തെ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ നിർമ്മിത ബുദ്ധിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിൻ്റെയും ഒക്കെ രംഗപ്രവേശനമാണ്. മിക്ക തൊഴിൽ മേഖലകളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ലോകമെമ്പാടും കാണുവാൻ സാധിക്കുന്നത്. അടുത്ത കാലത്തെ വേൾഡ് ലേബർ ഓർഗനൈസേഷൻ്റെ അവരുടെ റിപ്പോർട്ട് വരികയുണ്ടായി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 46% ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടും. വേൾഡ് വൈസിൽ ആ മേഖലകളൊക്കെ റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കൈയടക്കും എന്നാണ് റിപ്പോർട്ട് വരികയുണ്ടായത്. അന്നേരം ഈ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യാം എന്ന് നമ്മൾ വളരെ വിജിലൻ്റ് ആകേണ്ടതാണ്. ഇന്ന് വികസിത രാജ്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ വലിയ മെട്രോ സിറ്റികളിലെല്ലാം നമ്മുടെ കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ ഈ അവസ്ഥയെപ്പറ്റി ബോധവൽക്കരിക്കുകയും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. ഒരു ചൊല്ലുണ്ടല്ലോ, തലയ്ക്കുമേലെ വെള്ളം വന്ന് അതുക്കുമേലെ തോണി ഇറക്കുവാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ബോധവൽക്കരണം പല വിദേശ രാജ്യങ്ങളിലും മെട്രോ സിറ്റികളിലുമൊക്കെ ഉള്ള കുട്ടികൾക്കും മാതാപിതാക്കളെയൊക്കെ അധ്യാപകർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശത്തിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ലോകം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ലോകത്ത് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാതെ മാർക്കുകൾ മാത്രമുണ്ട്, മാർക്ക് കിട്ടിയാൽ മിടുക്കിയാണ് എന്നൊരൊറ്റ മിഥ്യാധാരണയിൽ പോവുകയാണ്. അന്നേരം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കഴിവുണ്ടെങ്കിൽ വിജയിക്കാം, ഇല്ലാത്തവർ ഔട്ടായി പോകും എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പം എങ്ങനെയൊക്കെയാണ് ഈ തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് ഒരു 3-4 ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മളൊക്കെ വാഹനങ്ങൾ, കാറുകളും മറ്റു വണ്ടികളുടെയും ബോണറ്റ് തുറന്ന് കണ്ടിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെയൊക്കെ ബോണറ്റ് തുറന്ന് കാണാത്തവരെ ആരും തന്നെ കാണത്തില്ല. അതിനകത്ത് എന്തുമാത്രം മെക്കാനിസം അല്ലേ, എൻജിന്, റേഡിയേറ്റർ, പിന്നെ ഇങ്ങനെ ഒത്തിരി നിറച്ച് ഫിറ്റിങ്സാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴത്തെ ഇലക്ട്രിക് കാറിൻ്റെ ബോണറ്റ് തുറന്ന് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒന്നുമില്ല, നമ്മുടെ ഡിക്കി തുറക്കുന്ന പോലെ കുറച്ച് ബാറ്ററി മാത്രമേ ഇരിപ്പുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എല്ലാ കോളേജിലും സീറ്റ് മുഴുവൻ ഫുള്ളായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കെല്ലാം തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി. അവരൊക്കെ ഇപ്പോൾ നല്ല ജോലിയിൽ എൻഗേജ്ഡാണ്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ഡീസൽ പെട്രോൾ വണ്ടിയൊക്കെ ഔട്ട്ഡേറ്റഡ് ആവും. ഇനിയിപ്പം വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകളുടെ ലോകമാണ്. അവർ പഠിച്ച ആ മെക്കാനിസം ഈ ഇലക്ട്രിക് കാറുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയ്ക്ക് പോയി. ഇവിടെ കൊച്ചി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം 6 തലത്തിലുള്ള പരിശോധന കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ട് കയറുവാൻ സാധിക്കുന്നത്. ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ CSF ജവാന്മാരുടെ ID പ്രൂഫ് പരിശോധന, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി കുറേയേറെ സമയം അവിടെ ഇരിക്കുക, പിന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ അതും അവിടെ ഇരിക്കുക, പിന്നെ കസ്റ്റംസ്, അവസാനം എയർലൈൻസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരിശോധന കഴിഞ്ഞ്, ഇങ്ങനെ 6 തലത്തിലുള്ള പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പ്ലെയിൻ കിടക്കുന്ന ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നത്. എന്നാൽ തിരിച്ചിങ്ങോട്ട് വന്നത് ന്യൂയോർക്കിലെ മൻഹാറ്റനിലുള്ള കെനഡി എയർപോർട്ടിൽ നിന്ന് വരുന്ന തിരിച്ചിങ്ങോട്ട് വന്നത്, അവിടെ ആദ്യത്തെ സെക്യൂരിറ്റി പരിശോധനയില്ല. രണ്ടാമത്തെ ബോർഡിംഗ് പാസിൻ്റെ അവിടെ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ട, നമ്മുടെ ടിക്കറ്റിലെ QR കോഡ് കാണിച്ചു കഴിയുമ്പോൾ ബോർഡിംഗ് പാസ് ആയി.
എമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കേണ്ട, നമ്മളൊരു നിർദ്ദിഷ്ട പോയിന്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞുമ്പോൾ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എമിഗ്രേഷൻ കൗണ്ടറിലെ ഗേറ്റ് തുറക്കുന്നു. ആകെയുള്ളത് ഒരു ഹാൻഡ് ബാഗ് ഒരു പരിശോധന മാത്രമേ ഉള്ളൂ. അതായത് ബാക്കി എല്ലായിടത്തും 6 തലത്തിലുള്ള പരിശോധന ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും അതിസൂക്ഷ്മമായി അതിവിദഗ്ധമായി രീതിയിൽ അത്രമാത്രം കുറ്റമറ്റ രീതിയിൽ പരിശോധിച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് പരിശോധന പൂർത്തിയാക്കുന്നു ഈ നിർമ്മിത ബുദ്ധി. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലോകത്ത് ഏതാണ്ട് 50,000 എയർപോർട്ടുകളുണ്ടായും. ഈ 50,000 എയർപോർട്ടിൽ 6 തലത്തിലുള്ള പരിശോധന ഇനി ഏതാനും നാളുകൾ കഴിയുമ്പം ഒരു തലത്തിലേക്ക് മാത്രം ഒതുങ്ങി വരും. എത്ര പേർ തൊഴിൽ നഷ്ടപ്പെടും എന്ന് നോക്കിക്കൊള്ളുക, ചിന്തിക്കുക. അതുപോലെ ഇപ്പം നമുക്കെല്ലാം അറിയാം, വികസിത രാജ്യങ്ങളിലൊക്കെ ഡ്രൈവർമാർ വേണ്ടാത്ത കാറുകൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചൈനയിൽ ഡ്രൈവർ വേണ്ടാത്ത ബസ് ഇറങ്ങുകയുണ്ടായി. ഇനി കുറേ കഴിയുമ്പം ട്രെയിൻ ഓടിക്കാൻ ലോക്കോ പൈലറ്റ് വേണ്ട, കപ്പലോടിക്കാൻ ക്യാപ്റ്റൻ വേണ്ട, പ്ലെയിൻ ഓടിക്കാൻ പൈലറ്റ് വേണ്ട എന്ന അവസ്ഥ വരുവാൻ പോവുകയാണ്. എത്രയോ പേരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുക. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ മൻഹാട്ടനിൽ ഹോളിവുഡിലെ ലോകപ്രശസ്തരായ സിനിമാ താരങ്ങൾ ഒരു സമരം നടത്തുകയുണ്ടായി. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നിരോധിക്കണം. കാരണം മറ്റൊന്നുമില്ല, അവരുടെ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒന്നാന്തരമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അവരെ പകർത്തിത്തരും. അവർക്ക് അവസരം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങൾ പലരും കണ്ടു കാണും, ഈ അടുത്ത കാലത്തെ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ വൈറലായിരുന്നു. അത് ദ ഗോഡ് ഫാദർ എന്ന അമേരിക്കയിൽ നിർമ്മിച്ച, ഹോളിവുഡിൽ നിർമ്മിച്ച, ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയുടെ ഒരു ചെറുരൂപമായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചത് ലോകപ്രശസ്തരായ ഹോളിവുഡ് താരങ്ങളായിരുന്നു. എന്നാൽ അവരുടെ സ്ഥാനത്തെ നമ്മുടെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ചുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിം ആരോ എടുത്ത് അത് മുഴുവൻ നമ്മുടെ യൂട്യൂബിലും മറ്റും വൈറലായത്. ഇതിനകത്ത് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ല, മോഹൻലാലും അഭിനയിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഒന്നാന്തരമായിട്ട് അവർ അഭിനയിച്ച രീതിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് മുഖാന്തരം ആ ഫിലിം നിർമ്മിച്ച് വരുന്നു. ഒഡീഷയിലെ ഒരു TV ചാനൽ അവരുടെ ആങ്കറിങ്ങിനെ ഒരു റോബോട്ടിനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലുള്ള ഏത് ഭാഷ വേണമെങ്കിലും സംസാരിക്കും. നല്ല ഒന്നാന്തരമായിട്ട് ന്യൂസ് റീഡിങ്, ഡിബേറ്റ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അവർക്ക് ശമ്പളം കൊടുക്കണ്ട, അലവൻസ് കൊടുക്കണ്ട, അവധി കൊടുക്കണ്ട, അവരെ സമരം ചെയ്യത്തില്ല, ഒന്നുമില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല പാചകക്കാർ ചെയ്യുന്ന ഏറ്റവും സ്വാദിഷ്ടമായ 5000 വിഭവങ്ങൾ നിർമ്മിച്ച് തരുന്ന റോബോട്ടിനെ വരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. നമ്മൾ ഏത് ഐറ്റം വേണമെന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സംഗതി റെഡി. ആ മേഖലകളിലും എന്തുമാത്രം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുക. അതുപോലെ ഡോക്ടർമാരുടെ അവസരവും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് രോഗി ഡോക്ടറെ കാണും, ഡോക്ടറെ റോബോട്ടുമായിട്ട് കൺസൾട്ട് ചെയ്യും, തീരുമാനങ്ങൾ എടുക്കുന്നത് റോബോട്ടുകൾ. മിക്ക സർജറികളും ചെയ്യുന്നത് റോബോട്ടുകളാണ്. ഇന്ന് ഏറ്റവും പഴുതടച്ചുള്ള ചികിത്സ ഇന്ന് റോബോട്ട് മുഖാന്തരം ലഭിക്കുന്നു. ഇന്ന് ഇപ്പം അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒരു പുതിയ മെഡിസിൻ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി, മെഡിക്കൽ രംഗത്തെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നാൽ അതൊക്കെ ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇതെത്തി നമ്മുടെ ഡോക്ടർമാർ ഇത് പഠിച്ചെടുക്കുന്നതിനൊക്കെ വർഷങ്ങളെടുക്കുമായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇന്ന് ആ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ
24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടറും അല്ലെ റോബോട്ടും ഇത് അപ്ഡേറ്റ് ചെയ്ത് അതിവിടെ അപ്ലൈ ചെയ്യാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ജഡ്ജിമാരായിട്ട് വരും റോബോട്ടുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഒരു റോബോട്ട് ജഡ്ജിയായിട്ട് വന്നിരുന്നിട്ടെ വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും സാക്ഷികളുടെയും പ്രതികളുടെയും എല്ലാം കേട്ട് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു ജഡ്ജിമെൻ്റ് ഇടുക എന്ന് പറയുന്നത് നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എസ്റ്റോണിയ എന്ന രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയുടെ ജഡ്ജിയായിട്ടിരിക്കുന്നത് റോബർട്ടാണ്. നമ്മൾ ഒരു കേസ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ ആ രാജ്യത്തെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് 24 മണിക്കൂറിനകം ജഡ്ജിമെൻ്റ് റെഡിയാണ്. നമ്മുടെ ഇവിടെ 10 വർഷം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ ഏതാനും മണിക്കൂറിൽ കൊണ്ട് ഇന്ന് സാധിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ കിടപ്പ് അല്ലെ തൊഴിൽ രംഗത്തിലെ മാറ്റങ്ങൾ ഇതൊക്കെ ആണ് എന്ന് യഥാസമയം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ മത്സര രംഗത്തു നിന്ന് നമ്മൾ ഔട്ടായി പോകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇവിടെ ഇനിയുള്ള കാലഘട്ടം അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു, ഒരേ രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു. പക്ഷേ ഇനിയും അടിമുടി വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ വരുവാൻ പോകുകയാണ് എന്നത് മനസ്സിലാക്കി ഇപ്പോൾ ഇതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരുന്നു. എന്നാൽ അതൊന്നുമല്ല, ഈ മാർക്കിലല്ല കാര്യം. മാർക്കൊക്കെ ഒരു തലത്തിലെത്തുവാൻ ഒരു ഡെസ്റ്റിനിൽ എത്തിച്ചേരുവാനുള്ള ഒരു വഴിത്താര മാത്രമാണ്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താണ് പെർഫോമൻസ്, ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി, ഡൈനാമിക് പേഴ്സണാലിറ്റിക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് ഈ മത്സര രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. അന്നേരം തീർച്ചയായിട്ടും മാർക്കിൻ്റെ പുറകെ മാത്രം പോകാതെ ഓരോ കുട്ടിയെയും ചെറുപ്പം തൊട്ട് തന്നെ മാതാപിതാക്കൾ ശ്രമിച്ചാൽ മാത്രമേ അവരെ ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാണ്ട് പലപ്പോഴും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചെല്ലുമ്പോഴാണ് അങ്ങ് പേഴ്സണാലിറ്റി അങ്ങ് റെഡിയാക്കിയേക്കാം എന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും സാധിക്കത്തില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അവനെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് എല്ലാ രംഗത്തും എവിടെ ചെല്ലുമ്പോഴും നടക്കുന്നത് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ്. ആ പേഴ്സണാലിറ്റി തന്നെ 4 തരമുണ്ട്: ഡൈനാമിക് പേഴ്സണാലിറ്റി, വീക്ക് പേഴ്സണാലിറ്റി, സബ്മിസീവ് പേഴ്സണാലിറ്റി, കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി. എന്നാൽ തീർച്ചയായിട്ടും ഈ ഡൈനാമിക് പേഴ്സണാലിറ്റിക്ക് പ്രധാനമായും വേണ്ടത് നിരവധി ഘടകങ്ങളുണ്ട്. പ്രധാനമായും വേണ്ടത് 9 ഘടകങ്ങളാണ്. അതിൽ ഒന്ന് മാത്രമാണ് വിദ്യാഭ്യാസം. ബാക്കി 8 കാര്യങ്ങളെപ്പറ്റി മലയാളികൾ ബോധേഡല്ല. മലയാളികൾ ഈ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. പക്ഷെങ്കിൽ നാളെ ഒരു തൊഴിൽ രംഗത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കണമെങ്കിലും ഈ 9 കാര്യങ്ങൾ, ഞാൻ അതെന്തൊക്കെയാണെന്ന് നേരത്തെ എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നോളജ്, ഡിസിപ്ലിൻ, ഒപ്പീനിയൻ, ഹെൽത്ത്, സ്മാർട്ട് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, സെൽഫ് കോൺഷ്യസ്നസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് കറേജ്, അറിവ്, അച്ചടക്കം, അഭിപ്രായം, ആരോഗ്യം, അധ്വാനം, അർപ്പണബോധം, ആത്മജ്ഞാനം, ആത്മവിശ്വാസം, ആത്മധൈര്യം. ഈ 9 കാര്യങ്ങളും പല ടെസ്റ്റിലൂടെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഏത് പേഴ്സണാലിറ്റിയാണ് എന്ന് നിശ്ചയിക്കുന്നത്. ഈ 9 കാര്യങ്ങളും 60% മേളിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാരെയാണ് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് തലത്തിലുള്ള ഒരു തൊഴിൽ രംഗത്ത് എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ, അവിടെ നിലനിൽക്കുവാനും സാധിക്കത്തുള്ളൂ. ഈ 9 കാര്യങ്ങളും 50% താഴെയാണ് എങ്കിൽ അവരെ ഒരു വീക്ക് പേഴ്സണാലിറ്റി എന്ന് പറയും. അവർക്ക് ഒരു പ്യൂണെ അറ്ററ പദവിക്കപ്പുറം അവർക്ക് പോകുവാൻ സാധിക്കത്തില്ല. പിന്നുണ്ട് സബ്മിസീവ് പേഴ്സണാലിറ്റി. സബ്മിസീവ് പേഴ്സണാലിറ്റി പറഞ്ഞാൽ അവർക്ക് ഈ ആദ്യത്തെ 6 കാര്യങ്ങൾ
അറിവ്, അച്ചടക്കം, അഭിപ്രായം, ആരോഗ്യം, അധ്വാനം, അർപ്പണബോധം. ഈ 6 കാര്യങ്ങൾ അവർ ഭയങ്കര മുൻപന്തിയിലായിരിക്കും. പക്ഷെങ്കിൽ ആത്മജ്ഞാനം, ആത്മവിശ്വാസം, ആത്മധൈര്യവും ഒട്ടും കാണത്തില്ല. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത വെച്ചാൽ ഇവരെ ഒരു ഡിസിഷൻ മേക്കിംഗ് പദവിയിലേക്ക് ഇരുത്തുവാൻ പറ്റത്തില്ല. അവർ ഒരു വിഷയത്തിന് തീരുമാനമെടുക്കത്തില്ല. ഏത് വന്നു കഴിഞ്ഞാലും അത് മാറ്റി വെക്കും. അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം, തീരുമാനമെടുക്കാൻ ഒരു ധൈര്യം കാണത്തില്ല. അതിന് അങ്ങനെയുള്ള പദവിയിലേക്ക് വെക്കത്തില്ല. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് തൊഴിൽ രംഗം ചെയ്യും. പക്ഷെങ്കിൽ മനക്കെട്ടിയില്ല. ഒരു ഡിസിഷൻ എടുക്കുക, ഡിസിഷൻ മേക്കറല്ല. അങ്ങനെയുള്ള ആൾക്കാരെ സാധാരണ ചെയ്യുന്നത് ഒരു ഡിസിഷൻ മേക്കറുടെ സപ്പോർട്ടേഴ്സായിട്ട്, വെച്ചാൽ ക്ലർക്കായിട്ടോ PA ആയിട്ടോ CA ആയിട്ടോ ഇങ്ങനെയൊക്കെയുള്ള പദവികളിലേക്ക് ആണ് അവരെ സാധാരണ പരിഗണിക്കുന്നത്. പിന്നെ ആണ് കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ 6 കാര്യങ്ങൾ അവർ പുറകിലാണെങ്കിലും ആത്മജ്ഞാനം, ആത്മവിശ്വാസം, ആത്മധൈര്യം ഭയങ്കര ഹൈ ആയിരിക്കും. ഡിഫൻസ് സർവീസിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഈ കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റീസിനെയാണ്. അവരുടെ പ്രത്യേകത, അവർ ഏതൊരു പ്രശ്നം വന്നാലും തല പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഏർപ്പെടുന്ന തൊഴിലിനോട് നീതി പുലർത്തുന്നവരായിരിക്കും എന്നാണ് അവരുടെ പ്രത്യേകത. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരുവാൻ ഇപ്പം ഈ 9 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് അറിവ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 9-ൽ 1 മാത്രമേ ആകുന്നുള്ളൂ. അതെ, നമ്മൾ അതിലേക്ക് മാത്രം മുൻഗണന കൊടുക്കുകയും ബാക്കി 8 കാര്യങ്ങൾ നമ്മളെ പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. പക്ഷേ ഒരു തൊഴിൽ രംഗത്ത് ചെല്ലുമ്പോൾ, ഒരു തൊഴിൽ മേഖലയിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയ്ക്കുള്ള സെലക്ഷന് ചെല്ലുമ്പോൾ ഈ 9 കാര്യത്തിനും തുല്യ പ്രാധാന്യമാണ് അവിടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ വരും തലമുറയെ, നമ്മുടെ കുട്ടികളെ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തെ അതിജീവിച്ചു പോകുവാൻ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള കാലഘട്ടത്തിൽ കഴിവുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു കഴിവിൻ്റെ നിറകുടമായി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ മത്സര രംഗത്തുനിന്ന് നമ്മുടെ കുട്ടികൾ ഔട്ടായി പോകും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇന്ന് നമ്മുടെ കൗമാരപ്രായക്കാരുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും +2 കഴിയണം, അവിടുന്ന് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതം വളരെ കേമം, വളരെ ഡോളറുകളൊക്കെ ഇങ്ങനെ വടിച്ചു കൂട്ടിയെടുക്കാം എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മുടെ കൗമാരപ്രായക്കാരുടെ ഇടയിൽ ഉള്ളത്. അത് കാരണം ഇന്ന് പലപ്പോഴും മാതാപിതാക്കളുടെ ഒത്തിരി സ്ട്രെസ് കൊടുത്ത് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ കുട്ടി പോകുമ്പോഴും ഭീമമായ കടം വീട്ടുകളിൽ വരുത്തി, അതൊക്കെ വലിയ ഭവിഷ്യത്തുകൾ, ഈ കാണുന്ന ആ മോഹന സ്വപ്നങ്ങളൊക്കെ വെറും മിഥ്യാധാരണകളാണ് എന്ന് തിരിച്ചറിയണം. അതിനുള്ള ആ കാലഘട്ടം, അതൊക്കെ പഴയ കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊക്കെ അങ്ങനെയുള്ള കാലഘട്ടമോ അല്ലെങ്കിൽ അവിടെ പോയി വിദേശത്ത് പോയി രക്ഷപ്പെടാം എന്നൊന്നും ചിന്തിക്കരുത്. ഇന്ന് പോകുന്നതിൽ 95% ആൾക്കാർക്കും അവിടെ പോയി രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പോക്ക് എന്ന കാര്യം മനസ്സിലാക്കി സ്വന്തം നാട്ടിൽ ഒരു തൊഴിൽ നേടിയെടുക്കുവാൻ പറ്റത്തക്ക രീതിയിൽ നമ്മളെ വാർത്ത എടുക്കുകയാണ് ചെയ്യണം. ഇനി ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് മാക്സിമം ഒരു 3 വർഷത്തേക്ക് കുറേ പേർക്ക് പോകാൻ സാധിക്കുമായിരിക്കാം. പിന്നെ പോകാം, എപ്പോൾ വേണേലും ആർക്കും വേണേലും പോകാം. അവിടെ പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും പഠിച്ചതിന് ശേഷം അവരവിടെ ഇനിയും ജോലിയൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല, നാട്ടിലേക്ക് തിരിച്ചു പോരുക. അന്നേരത്തിന് ഭീമമായ ഒരു തുക, അന്ന് പോകാൻ നേരം 25 ലക്ഷം രൂപ എടുത്തെങ്കിൽ അവരുടെ പഠനം തീർന്നു കഴിയുമ്പോഴത്തേന് ഒരു 50 ലക്ഷം രൂപയെങ്കിലും പലിശ സഹിതം അതായി കാണും. അപ്പോഴത്തേക്ക് വീടും കുടുംബവും ഒക്കെ ചിലപ്പോൾ ജപ്തിയുടെ പക്കത്തിലേക്ക് എത്തിക്കാണും. ഒരു കാരണവശാലും ഇന്ന് ഈ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇവർ ഈ ബാങ്ക് ലോൺ എടുക്കുന്നത് റീപേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത കാലഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാസ്വപ്നങ്ങളുടെ പുറകെ പോകാതെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും പറഞ്ഞു തരുന്ന മോഹന വലയത്തിൽ വീഴാതെ സ്വന്തം നാട്ടിൽ സ്വന്തം കാലിൽ നിൽക്കുവാത്തക്ക തരത്തിൽ നമ്മൾ രൂപപ്പെടുത്തി എടുത്തില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമ്മുടെ പല കുടുംബങ്ങളും ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും
കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.